വൃത്തിയില്ല മെനയില്ലാത്ത മനുഷ്യരുണ്ട്. അവരുടെ വീടിന് ചുറ്റുമൊക്കെ കാട് പിടിച്ച് കാട്ടാന കയറി ഇറങ്ങണ മാതിരി കിടപ്പുണ്ടാവും. പിന്നെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് കറക്കടാ മറക്കടാ മാറി കിടക്കടാന്നും പറഞ്ഞുകൊണ്ട് ചട്ടിയും കലവും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ ആയിട്ട് കിടപ്പുണ്ടാവും. എല്ലാത്തിനും ഒരു ഓർഡറോ അറേഞ്ച്മെൻറ്റോ ഉണ്ടാവില്ല. പിന്നെ ചുക്രി വല പിടിച്ച് സബ് ജയിലിൽ പോലെ കിടപ്പുണ്ടാവും. ചുറ്റും ചുക്രി വലയായിരിക്കും. അടിക്കുകയില്ല, തുടയ്ക്കുകയില്ല, കുടിക്കുകയില്ല, ഒരു കുന്തവുമില്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കാണാറുണ്ട്. എന്നാൽ ചില കുടുംബങ്ങൾ വളരെ നീറ്റായിട്ട് ചെറ്റപ്പരയാണെങ്കിലും അടിച്ച് തുടച്ച് ക്ലീനാക്കിയിട്ടേക്കണ ചില ചേട്ടത്തിമാരെ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചേട്ടത്തിയുടെ വീട് വളരെ ഭംഗിയായിട്ടുണ്ട്, ഉള്ളത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചൂലൊക്കെ വെക്കണേനൊരു ക്രമമുണ്ട്, എല്ലാത്തിനും ഒരു രസമുണ്ട്. കർത്താവേ, ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ വൈകല്യത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. വൃത്തിയില്ലാത്ത, അലക്കുകയില്ല, കുളിക്കുകയില്ല, പിന്നെ എന്താണ് വസ്ത്രമെല്ലാം അലക്കാതെ ഇങ്ങനെ ഇട്ടേക്കണയൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്ന് മോചനം നേടി. ചിലതെല്ലാം ബനിയനെല്ലാം കൂട്ടിയിട്ടിട്ട് മാസത്തിലൊരിക്കൽ അലക്കാൻ കൊടുക്കണതാണ്. ഷഡിയൊക്കെ അമ്മയുടെ കയ്യിലേക്ക് ഒരു കൂലുകുത്തി അങ്ങോട്ട് കൊടുക്കണം, അലക്കി കൊടുക്കണം. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അടിവസ്ത്രങ്ങളൊക്കെ സ്വന്തമായിട്ടൊന്ന് കഴുകാനും വൃത്തിയായിട്ട് സൂക്ഷിക്കാനും. ഇത് ഭാര്യയുടെ പണി മാത്രമല്ല, അമ്മയുടെയും ഭാര്യയുടെയും പണിയല്ല അലക്കലും കുളിക്കലും. എല്ലാം കൃത്യമായിട്ട് അടിവസ്ത്രങ്ങൾ സ്വന്തമായിട്ടൊന്ന് കഴുകിയിടാനൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. കർത്താവ്, ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനുള്ള കൃപാവലി ഇവർക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയില്ല.